നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല പായസമൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കുക എല്ലാവരും നാളെ. ഓക്കെ, ആഘോഷിക്കുന്നവരെ എല്ലാവരും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്, നിങ്ങളുടെ പേഴ്സൺ പുതിയതായിട്ട് എടുത്തിട്ടുള്ള തീരുമാനം എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുള്ളത്, അതാണ് നോക്കുന്നത് നമ്മൾ. അപ്പോൾ അവരുടെ ഓവറോൾ എനർജിയാണിത്. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണം എന്നില്ല, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യിപ്പിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ 1, 2, 3 ഇതിലേത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ കാർഡ്സ് അങ്ങോട്ടും മാറ്റിയതാ. രണ്ടാമത്തെ കാർഡ് മാറ്റി, മൂന്നാമത്തെ കാർഡും മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. നമുക്ക് ആദ്യം സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ റിലേഷൻഷിപ്പിൻ്റെ സ്പിരിച്വൽ ആസ്പെക്റ്റിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? നമുക്ക് നിങ്ങൾ എന്താണ് ഇപ്പോൾ സ്പിരിച്വൽ സൈഡ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സിറ്റുവേഷൻ, എന്ത് ചെയ്യണം നിങ്ങൾ, ഇതൊക്കെയാണ് സ്പിരിച്വൽ സൈഡിൽ പറയുന്നത്. ഹലാല, പോയ്സൺ, സാക്രിഫൈസ്, ത്യജിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു കാര്യം. വളരെയധികം സംസാരിക്കാനുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ കേട്ടോ. ഇല്ല, നമുക്കപ്പോൾ ഇത്രയും കാർഡ് നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ആദ്യത്തെ കാർഡ് വന്നത് ത്യജിക്കണമെന്നാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാലും അത് ചിലപ്പോൾ നമ്മൾക്ക് ഗുണത്തിനുള്ളതായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. നമ്മളുടെ മനസ്സിലിരുന്ന ഒരാൾ പറയുന്നുണ്ട് ഇത് വേണ്ട, ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്, അത് ആ പറയുന്നത് നമ്മളുടെ മനസാക്ഷി എന്ന് പറയില്ല, അതായിരിക്കാം. അതിനെ ഒരു ദൈവമാണെന്നും നമ്മൾ പറയും. പിന്നെ മൂന്നാമത്തെ കാർഡ് സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് എല്ലാം ശാന്തമായിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പുതിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് നന്ദിയാണ്. നന്ദി എന്ന് പറഞ്ഞാൽ ക്ഷമ, വളരെയധികം ക്ഷമയോടെ. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുക. ഇതൊക്കെ ക്ഷമയില്ലായ്മയുടെ കാര്യമാണ്. അപ്പോൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. അവസാനത്തെ കാർഡ് ഹെൽപ്പിംഗ് ഹാൻഡ്, റിവാർഡ്സ് ഫ്രം ഗോഡ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് നേരിട്ടുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാതെ അതിനുള്ള പ്രതിഫലം ദൈവമാണ് തരാൻ പോകുന്നതെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി 8 of Wands ആണ്. ഈ പേഴ്സൺ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം. അപ്പോൾ എന്തോ ഒരു കാര്യം നടത്താൻ വേണ്ടി ഓടി നടക്കുകയാണ് ഈ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ട്, ഇതിനു മുമ്പ് ഈ ഒരു കാർഡ് നമ്മൾ കണ്ടു. ഞാൻ ഇതിന് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഓറക്കൽ മെസ്സേജും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ എടുത്തില്ല. അതിനു മുമ്പ് ഞാൻ ഈ കാർഡ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതെന്താണ് പറയുന്നതെന്ന് നോക്കാം. അതെന്താണ് നിങ്ങളുടെ ഇപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ ആണ് ഈ കാർഡ് പറയുക. ഇത് ജിപ്സി ഓറക്കൽ കാർഡ്സ് ആണ്. ഇതിലെന്താണ് പറയുന്നത് നോക്കാം. ഇതിൽ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ജിപ്സി ഓറക്കിൾസിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും
ചില കാർഡ്സ് ഇതിനകത്ത് നിന്ന് ഇപ്പോഴും വരുന്നില്ല, ഇപ്പോഴും വീഴാറില്ല കാർഡ്സ്. ഓക്കെ, ഇവിടെ നമുക്കൊരു കുറച്ചധികം കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു കാർഡ് പറയുന്ന ഡെസ്പെയർ, വളരെ നിരാശാജനകമായ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഒരു ആത്മഹത്യ സിറ്റുവേഷൻ വരെ എത്താനുള്ള ചാൻസ് ഉള്ളത്, ഇയാളെ വെടിവെക്കാൻ പോകാത്ത സ്വയം, അതാണ് ഈ കാർഡ് പറയുന്നത്. അത്രയും വേറെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല, വഴിമുട്ടി നിൽക്കുന്ന പോലെ. രണ്ടാമത്തെ കാർഡ് ഫോൾസ്നെസ്, ആരോ ചതിച്ചു ഈ നിങ്ങളുടെ പേഴ്സണ്, ചതി വഞ്ചന എന്തോ ഉണ്ടായിട്ടുണ്ട്, വളരെയധികം വിശ്വസിച്ച ആരോ ആണ് ചതിച്ചത്. മൂന്നാമത്തെ കാർഡ് കാരാഗ്രഹവാസം. നാലാമത്തെ കാർഡ് വെഡിങ്, കല്യാണം. ഇത്രയും കാർഡ്സ് ആണ്, ഇതിനൊക്കെ കണക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷനോ നിങ്ങളുടെ സിറ്റുവേഷനോ ഇപ്പോഴത്തെ, കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ട കാര്യം. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ പറഞ്ഞ പോലെ ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. 8 of Wands. 8 of Wands എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, പെട്ടെന്നാണ് ഇവിടെ കാര്യങ്ങൾ, പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സ്പീഡായി. അപ്പോൾ ചിലപ്പോൾ കുറച്ച് സാവകാശം കിട്ടുമെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിരുന്ന കാര്യത്തിന് സാവകാശം കിട്ടുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ തീർപ്പാകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ 8 of Wands വന്നിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക്. ക്ലാരിഫൈ ചെയ്യുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ല എന്നാണ്. നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നേരത്തെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ പേഴ്സണ്, എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും സഹായം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ ഒരു വഴിയും തുറന്ന് കാണുന്നില്ല, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, ഒരു സഹായവും എത്തുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. അതുപോലെ ജഡ്ജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വിധിയാണെന്നാണ് പേഴ്സൺ വിചാരിക്കുന്നത്, ഇതിങ്ങനെ വരണമെന്നുള്ളത് ഒരു വിധിയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്ന പ്രശ്നം, എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്ന കാര്യം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ അലട്ടുന്ന ഈ കാര്യം എന്താണ്? നിങ്ങളുടെ പേഴ്സൺ വർഷങ്ങളായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്നേഹബന്ധം, അതിൽ ഈ പേഴ്സൺ സ്റ്റക്കാണ്. ഇപ്പം ഇനി എങ്ങോട്ട് പോകണം, ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം, ഇത് എന്ത് ചെയ്യണം, അപ്പോൾ ഇത് ചിലപ്പോൾ നഷ്ടമാകാൻ പോവുകയായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊരു ആക്ഷൻ എടുക്കാൻ നിർബന്ധിതനാകുകയോ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ, കേട്ടോ. എന്തോ ഒരു ചിലപ്പോൾ വേറെ കല്യാണാലോചന, സ്നേഹിക്കുന്ന ആൾക്ക് വേറെ കല്യാണാലോചന വരുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്, പക്ഷെ നിങ്ങളോട് പറയുന്നില്ല ഈ ടെൻഷനൊന്നും. അപ്പം നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ പേഴ്സണ്. അപ്പം അതുകൊണ്ടാണ് വളരെ ഡെസ്പെയർ ആയിട്ട് നമ്മൾ വെഡിങ് എല്ലാം കണ്ടതും. മനസ്സിലായോ? ഇതിന് സ്റ്റക്കാണ് ഈ സിറ്റുവേഷൻ. ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. പൈസീസും ജെമിനായി സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. വളരെ പാഷനറ്റ് ആണ്. നിങ്ങളെ പറ്റുള്ളൂ, നിങ്ങളെ മാത്രമേ ഈ പേഴ്സൺ ചൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പേഴ്സണെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലെ. കാര്യം മീൻസ് റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ കൂടുതലുണ്ടാവാം, ജോലി അധികം, രണ്ടുപേരെയും കൂടെ നോക്കാനുള്ള ഒരു നിങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ 2 പേരുടെ ചിലവ് എടുക്കാൻ, ചിലപ്പോൾ വീട്ടിൽ പൈസ കൊടുക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ആകെ മൊത്തം ഈ പേഴ്സണ് ഭയങ്കര ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് വഴക്കടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പുതിയ ഇതിൽ ഫൈറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ സ്റ്റക്കാണ്. ഈ പേഴ്സൻ്റെ പ്രാരാബ്ദങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സിറ്റുവേഷനിൽ. മനസ്സിലായി? അതാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ അലട്ടുന്നത്. ഒരു സ്നേഹബന്ധമാണ്. സ്നേഹബന്ധം
മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് ഇവിടെ വെച്ചിട്ട് നിന്ന് പോകുന്ന പോലെ, വഴിമുട്ടി നിൽക്കുന്ന പോലെയാണ് ഈ പേഴ്സണെ തോന്നുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ അക്വേറിയസ് ഏരീസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? ഈ റിലേഷൻഷിപ്പിന് ഇതൊരു ചെറിയ റീഡിംഗ് ആയിരിക്കും മിക്കവാറും കേട്ടോ. ഇതിനെക്കുറിച്ച് ഈ സിറ്റുവേഷന് വേണ്ടി എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? ഈ ഒരു സിറ്റുവേഷൻ ഇവർക്കറിയാം, ഇവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ഇവർ സ്റ്റക്കാണ്, വഴിമുട്ടി നിൽക്കുകയാണ്. എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? അതാണ് നമ്മളുടെ ചോദ്യം. ഈ സിറ്റുവേഷനെ കുറിച്ച് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? ഈ പേഴ്സൺ ഓൾറെഡി ഫാമിലി ഉള്ള ആളാണോ? ഫിനാൻഷ്യലി വളരെ സെക്യൂർഡ് ആയ ഒരാളാണ്. അപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ടല്ല ഈ പേഴ്സണ് വേറൊരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ കമ്മിറ്റഡ് ആണ്. അതിൻ്റേതായൊരു ബുദ്ധിമുട്ടാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ മറ്റേ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതാണ് ഇവിടെ ജസ്റ്റിസ് കാണുന്നത്. പക്ഷേ ഇവിടെ ജസ്റ്റിസ് ആ പേഴ്സണ് അതിന് ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല ഈ പേഴ്സണ്. കാരണം അത് കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം ഇവർ. അപ്പോൾ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് നോക്കാനാണ് ഈ പേഴ്സൺ പോകുന്നത്. കാരണം അത് ഉപേക്ഷിക്കാൻ പറ്റില്ല, എന്നാൽ നിങ്ങളെ ഇല്ലാതെയും പറ്റില്ല ഈ പേഴ്സണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ലിയോ സോഡിയാക് സൈൻ കണ്ടു, ലീബ്ര കണ്ടു, കാപ്രിക്കോൺ കാണുന്നുണ്ട്. ഒരു കാർഡും കൂടെ വേണം. അപ്പോൾ ഇവിടെ ഇതൊരു പേഴ്സൺ, നമ്മളെ മെജോറിറ്റി ആളുകളും എങ്ങനെയാണെന്ന് വെച്ചാൽ മാരേജ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളവിടെ വലിയ ഹാപ്പി ഒന്നും അല്ലെങ്കിലും അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പുറത്തേക്ക് പോകാൻ ചിലർ ആഗ്രഹിക്കുന്നില്ല. വെറുതെ ഇടയ്ക്ക് ഒരു ടൈം പാസിന് വേണ്ടി റിലേഷൻഷിപ്പ് വെക്കുന്ന, തേർഡ് പാർട്ടി കണക്ഷൻസ് വെക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അതുപോലത്തെ ഒരാളായിരിക്കാം. ഈ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോരാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഈ പേഴ്സണ് കൂടെയുള്ള ആൾ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണിലാണ് ഡിഫക്റ്റ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള ഇപ്പോഴത്തെ പാർട്ട്ണർ ആ പേഴ്സണെ വളരെ നന്നായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ദൈവത്തിന് ദേഷ്യം വരിക, അങ്ങനത്തെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തീരുമാനം എടുത്തേക്കുന്നത് ഇതിനകത്ത് തന്നെ നിൽക്കാൻ, ഈ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനും വേണം, അതിനുള്ള ധൈര്യം സംഭരിക്കണം ഈ പേഴ്സൺ. അതാണ് ഈ പേഴ്സൺ നോക്കുക. അപ്പോൾ രണ്ട് റിലേഷൻഷിപ്പ് ഒരുപോലെ കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കറണ്ട് റിലേഷൻഷിപ്പിൽ അവരെ ഉപേക്ഷിക്കാനും പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതൊരു തലവേദനയായിട്ട് മാറും. ഓൾറെഡി ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? എങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇപ്പം 3 കാർഡാണ് കാണുന്നത്. 3 അല്ല, 5 കാർഡ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്ന ഈ പേഴ്സൺ ഇമോഷണലായിട്ട് പ്രവർത്തിക്കാതെ ലോജിക്കലായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അറിയാം ഇങ്ങനത്തെ സ്ട്രെസ് എടുത്ത് ഇമോഷണലായിട്ട് കാര്യമൊന്നുമില്ല. ഈ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം. നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഈ പേഴ്സൺ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ സത്യം തുറന്ന് പറയും നിങ്ങളോട്. അതല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ്. കാരണം മുമ്പോട്ട് പോരണം. ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അത് ഈ പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ വെറുതെ ഇമോഷണലായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ഇത് നിർത്താൻ തീരുമാനിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവും, സത്യം പറയുമ്പോൾ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. മിക്കവാറും നിങ്ങളോടൊരു തേർഡ് പാർട്ടി കണ്ടിന്യൂ ചെയ്യാനാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ പറയാൻ പോകുന്നത് നിങ്ങളോട്.
അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒഴിവാക്കേണ്ടി വരും ഈ പേഴ്സണ്. 2 ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങളുടെ ഉള്ള സ്നേഹം ഈ പേഴ്സൺ തുറന്ന് പറയാം. ഇതുവരെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ പറയുമ്പോഴെല്ലാം ഇത് ഓക്കെ തട്ടിയും മുട്ടിയും അങ്ങനെ സംസാരിക്കുന്നല്ലാതെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പോകുന്നത് ഒരു കാർഡ് താഴെ വീണു. ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാൻ വഴിയില്ല. പക്ഷെ ഒരു ലൈഫ് ലോങ് കണക്ഷൻ, ചിലർ പറയില്ലേ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊരു സിറ്റുവേഷൻ. ഇപ്പം ഞാൻ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം എന്നൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത്. കാരണം ഇതൊരു 2 ഓഫ് കപ്സ് ആണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. ഓൾറെഡി മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇവിടെ പിന്നെയും ജഡ്ജ്മെൻറ്റും മാരേജ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കല്യാണം പോസിബിൾ അല്ല എന്ന് പറയുന്നത്. പക്ഷേ ഒരു റീകൺസിലിയേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാർഡ് വീണില്ലായിരുന്നു, താഴെയാണ് വീണേ. അപ്പോൾ അത് നിങ്ങൾ കാണേണ്ട 2 കാർഡ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് നോക്കിയത്. അപ്പോൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു മാരേജിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് ക്ലിയർ ആക്കും ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ട്. അതാണ് ഇവിടെ തീരുമാനം എടുത്തേക്കുന്നത്. നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ ഈ പേഴ്സൺ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളും മാരീഡ് ആണെങ്കിൽ ഇവിടെ അതങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ഈ കമ്മിറ്റ്മെൻറ്റ്, ഈ റിലേഷൻഷിപ്പ് സെറ്റിൽ മീൻസ് ഇത് ഹാപ്പി ആണെങ്കിൽ, ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കാൻ ഹാപ്പി ആണെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ മിക്കവാറും ഇത് തീർന്നു പോകാനാണ് വഴി. ജെമിനായി, ക്യാൻസർ, തീരാൻ വഴിയില്ല റിലേഷൻഷിപ്പ് കേട്ടോ. എന്ന് വെച്ചാൽ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. അപ്പോൾ ഇത് തീരില്ല. നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ട് കുറച്ച് നാൾ ഇരിക്കുമായിരിക്കാം, പക്ഷേ ഈ പേഴ്സണും നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ പരിതസ്ഥിതി ആ പേഴ്സണെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി കാണുന്നില്ല, ഒരു മാരേജിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതെ മാറി നിന്നിരുന്നത്. ഇതിപ്പോൾ ഇതൊരു വേറൊരു വഴിയില്ല എന്ന് വരുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് ശരിയെന്ന്, നിങ്ങൾക്ക് എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ അത് തീരുമാനിക്കുക. ബുള്ളറ്റ് പോയി അതിൽ. ഓക്കെ, 2ാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആണ്. ഇതിലെന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ റിലേഷൻഷിപ്പിൽ സ്പിരിച്വൽ സംബന്ധമായ കാര്യങ്ങൾ എന്താണ് പറയുന്നത്? സ്പിരിച്വൽ സംബന്ധമായ കാര്യങ്ങൾ എന്താണ് ഇതിനകത്തുള്ളത്, ഈ റിലേഷൻഷിപ്പിലുള്ളത്? സ്പിരിച്വൽ സംബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? സ്പിരിച്വൽ സംബന്ധമായ എന്ത് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഭഗവാനെ? ഈ റിലേഷൻഷിപ്പ് 2ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഭഗവാനെ? ഇതിലറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭഗവാനെ? 2ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ എന്തൊക്കെയാണ് അറിയേണ്ടത്? കാർഡ്സ് വീഴുന്നില്ല, ഒരു കാർഡാണ് വീണത് ഇത്ര നേരമായിട്ട്. ഓക്കെ, ആ കാർഡ് പറയുന്നത് എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട വേണം എന്നാണ് പറയുന്നത്. ഇനി ഭൗതികമായ ഓറക്കിൾ മെസ്സേജസ് നമുക്ക് നോക്കാം. ഇതിലെന്താണ് ഭൗതികമായ എന്തൊക്കെ കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിലുള്ളത്? ഈ വെഡ്ഡിങ് കാർഡ് ഇപ്പം ഒക്കെ ഇതിലും വരുന്നുണ്ട് കേട്ടോ, നല്ലതാണത്. ഓക്കെ,
കാച്ചൊന്നും വീണില്ല. ഒന്ന് സോറോ, സങ്കടത്തിലാണ്, ആരെയോ മിസ് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ലോയൽറ്റി, ഫെയ്ത്ത്ഫുള്ളായിട്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടമുണ്ടെങ്കിലും ഫെയ്ത്ത്ഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്. ഇതൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ജേർണി, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഒരു ലോങ് ജേർണിയിലാണ് ഈ പേഴ്സൺ. അപ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ലീവ് കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, എന്തായാലും എത്തിപ്പെടുന്നുണ്ട്. ഇതൊരു ഫെയ്ത്ത്ഫുള്ളായ, ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ടവർ മൊമെൻറ്റ്. ഈ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു വലിയൊരു ആഘാതം സംഭവിച്ചിട്ടുണ്ട്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണത്. എന്താണത്? ടവർ എന്താണ് ടവർ കാണിക്കുന്നത്? എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ളത്? കാരണം ഈ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടവറായിട്ട് വന്നേക്കുന്നത്? ഓക്കെ, കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഒരു ലീഡറാണ് ഈ പേഴ്സൺ. അപ്പോൾ അതുപോലെ തന്നെ 7 ഓഫ് കപ്സ്, ഒരു കൺഫ്യൂഷൻ. ഈ ലീഡറായിട്ടുള്ള ഈ പേഴ്സൺ ചിലപ്പോൾ ലീവ് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു ഫാദർ ഫിഗർ ആവാൻ, അച്ഛനാവാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കണം ഇത്. ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു പ്ലെയർ എനർജി പോലെ ഉള്ള ഒരു എനർജി ആയിരിക്കാം. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ ഇരുന്ന ഒരു എനർജി, പക്ഷേ അതിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് ഒരു ചോയ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു തിരിച്ചറിവ് പേഴ്സണ് ഈ ചില സമയത്ത് നമുക്ക് തലക്കെട്ട് ഒരു അടി കിട്ടുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ നല്ലൊരു അടി കിട്ടുമ്പോഴാണ് നമുക്ക് ബോധോദയം ഉണ്ടാകുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു ബോധോദയം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം ചിലപ്പോൾ ഈ പേഴ്സൺ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടാവാം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്നത്, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിനെ എന്താണ് അലട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണെ എന്ത് ചിന്തകളാണ് അലട്ടുന്നത്? എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്നത്? ഭയങ്കര ഒരു സ്റ്റക്ക് എനർജി പോലെ കാണിക്കുന്നുണ്ട്. ഒരു ഷഫിളും കൂടി ചെയ്ത് നോക്കാം നമുക്ക്. എന്താണ് പ്രശ്നം? ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്ന കാര്യങ്ങൾ എന്താണ്? എന്തോ ഒരു മേജർ കാര്യം ഈ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഹെയർ ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ റിലീജിയസ് ആയ ഒരു എനർജിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എനർജി. പക്ഷേ ഇവിടെ ചിലപ്പോൾ മതം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റിലിജ്യൻ അല്ലെങ്കിൽ കാസ്റ്റ് എന്തോ ഇതിനകത്തൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അതിന് കുറേ നാൾ ചെവി കൊടുത്തു. അതൊരു ഓക്കെ, അത് അങ്ങനെയൊന്നും അതിനെതിരായിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ വിശ്വാസങ്ങൾ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടും രണ്ട് മതത്തിലുള്ളവരായിരിക്കാം. അപ്പോൾ ഒരു വിവാഹം പോസിബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു സക്സസ്ഫുൾ ഫ്യൂച്ചർ പോസിബിൾ ആവാൻ വഴിയില്ല. കാരണം നമ്മളുടെ കമ്മ്യൂണിറ്റീസ്, നമ്മളുടെ ഫാമിലി ഒന്നും അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അതാണ് ഒരു ടവർ മൊമെൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഈ സിറ്റുവേഷൻ പലതരത്തിൽ ഇത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിക്കണം എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് ഈ പേഴ്സൺ ചിന്തിച്ച് കാട് കയറി അവസാനം ഈ പേഴ്സൺ പറയുന്നത്, ഞാനൊരു റിസ്ക് എടുക്കാൻ പോവുകയാണ്, ഇത് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നില്ല, ഞാൻ പരസ്യമായിട്ട് ആരെയും എതിർക്കുന്നില്ല, പക്ഷെ രഹസ്യമായിട്ടാണ് ഈ പേഴ്സൺ, നമ്മളൊരു ജേർണി, ഒരാൾ കുതിരപ്പുറത്ത് വരുന്നത് കണ്ടില്ല, അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് പേഴ്സൺ. അപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ ഒരു ആരും അറിയാതെ രഹസ്യമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു കല്യാണം നടത്താനായിരിക്കും, ഒരു രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്ത് വെക്കാനായിരിക്കും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിനുള്ള തീരുമാനമാണ് ഈ പേഴ്സൺ വിചാരിക്കുക. ആദ്യം ഈ പേഴ്സൺ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും
നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇത് ശരിയാവില്ല. ഇത് വെറുതെ ഒരു മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൻ്റെ സ്നേഹം ത്യജിക്കുക എന്ന് പറഞ്ഞത് അത് ശരിയാവില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പോൾ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇതുണ്ട്, നിങ്ങൾ ഒരു എന്താ പറയുക കപ്പിളാണ്, ഡിവൈൻ കപ്പിളാണെന്നൊരു ചിന്തയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് ഇതിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, പക്ഷേ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഈ പേഴ്സണും നിങ്ങൾക്ക് മാത്രമാണ് എന്നൊരു ബോധം ഈ പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിനായിട്ടാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമാണിത് കേട്ടോ. പക്ഷെ അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ അക്വേറിയസ് ഏരീസ് കാണിക്കുന്നുണ്ട്, ഏരീസ് ടോറസ്, ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. സ്കോർപ്പിയോ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നുണ്ട്, ഒരു റിസ്ക് എടുക്കണം. എല്ലാവരും എതിർത്തിട്ടും ഈ പേഴ്സൺ രണ്ടും കൽപ്പിച്ച് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് അലട്ടിക്കൊണ്ടിരുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ റിലീജിയൻ്റെ പ്രശ്നം. ഇനി എന്താണ് ഈ പേഴ്സൺ തീരുമാനം എടുത്തത്? തീരുമാനം ഈ കാണിക്കുന്നില്ലേ ഈ ഫുൾ കാർഡ്, അത് തന്നെയാണ് പിന്നെയും വരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആ തീരുമാനമായിട്ട് മുമ്പോട്ട് വരികയാണ്. അത് രണ്ടും കൽപ്പിച്ച് ഈ തീരുമാനമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് പിന്നെയും ആ കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അക്വേറിയസ് ഏരീസ് ആണ്. രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് ഒരു റിസ്ക് എടുക്കാനായിട്ട്, ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നോക്കാം ഇത് എങ്ങനെ ആകുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോവാണ്, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്ത. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് വന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ കുറേ നാൾ മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തതെന്നൊക്കെ പറയും പേഴ്സൺ. അപ്പം വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹെറോഫാൻറ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ മാനിപ്പുലേഷൻ നടക്കില്ല. അപ്പം നിങ്ങളോട് കുറേ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇങ്ങനെയല്ല, എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വലിച്ചു നീട്ടാൻ നോക്കി. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ എന്തോ ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് സത്യം പറയാനായിട്ട്. നമുക്ക് ഇവരെല്ലാം അനുവാദത്തോടെ നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല, നമ്മളായിട്ട് തീരുമാനമെടുക്കണമെന്നാണ് ഈ പേഴ്സൺ വന്ന് പറയാൻ പോകുന്നത്. ടോറസ് ഉണ്ട്, ജെമിനായി, കാപ്രിക്കോൺ, ഇത്രയും സോഡിയക് സൈനാണ്. ഈ പേഴ്സണെ നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. പേഴ്സൺ അത് ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കാം, ഒരു ട്രയൽ എടുത്ത് നോക്കിയതായിരിക്കാം നിങ്ങളില്ലാതെ ഒരു ജീവിതം എങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് പേഴ്സണ് പറ്റുന്നില്ല, അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിന് വേണ്ട അടുത്ത ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നത് ഈ പേഴ്സൺ? ഇതിന് വേണ്ടി അടുത്ത ആക്ഷൻ എന്താണ്? ഒരു ജേർണി നമ്മൾ കണ്ടു, ഒരാൾ കുതിരപ്പുറത്ത് വരുന്നത്. അപ്പം യാത്രയാണ്. ഈ കിങ് ഓഫ് വോൺസ് തന്നെ പിന്നെയും വന്നേക്കുന്നത്, ഡെത്ത് കാർഡ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആരൊക്കെയാണ് ഇതിനെ എതിർക്കുന്നത്? ചിലപ്പോൾ അവരെല്ലാം ഈ പേഴ്സണെ ഉപേക്ഷിക്കാൻ ഇടയുണ്ട്. അത് ഈ പേഴ്സൺ മുഖം തിരിച്ചിരിക്കുകയാണ്. ഒരു അവസാനം എല്ലാത്തിനും വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫാമിലിയിലുള്ളവർ ചിലപ്പോൾ ഈ പേഴ്സണ് കിട്ടാനുള്ള ഒന്നും കൊടുക്കില്ല ഫാമിലിയിൽ നിന്ന്. ഇൻഹെറിറ്റ് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ ഈ പടിയടച്ച് പിന്തം വയ്ക്കുക എന്നൊക്കെ പരിപാടി ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെല്ലാം മുഖം തിരിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതൊന്നും എനിക്ക് വേണ്ട എന്നാണ് പേഴ്സൺ പറയുന്നത്. അതിലൊന്നും ഞാൻ സ്റ്റക്കല്ല. നേരത്തെ ഈ പേഴ്സൺ സ്റ്റക്കായിരുന്നു ആ സിറ്റുവേഷനിൽ, പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ അതിൽ സ്റ്റക്കല്ല എന്നാണ് പറയുന്നത്. അതെന്തും ആയിക്കോട്ടെ, അത് പിന്നെയും എനിക്ക് നേടിയെടുക്കാം. പക്ഷേ നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊരു ബോധം ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ കാര്യമായ കാര്യം ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും സംസാരിച്ച്, ഫ്രണ്ട്സോ ഫാമിലിയിലെ ആരെങ്കിലും ഈ പേഴ്സണിൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ സംസാരിച്ച് ഈ പേഴ്സണിൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടെമ്പറൻസ്, ഒരു ബാലൻസ് കൊണ്ടുവരണം. ഇതെല്ലാം സാജിറ്റേറിയസ് എനർജിയാണ് ഇത് രണ്ടും. അപ്പോൾ അതന്നെ. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ, അപ്പോൾ ജീവിതത്തിൽ നമുക്ക് പ്രയോറിറ്റൈസ് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. അപ്പോൾ ഒരു പ്രയോറിറ്റൈസ്, ഫാമിലി അല്ല ഇവിടെ, മറ്റുള്ളവരുടെ അഭിപ്രായമല്ല ഇമ്പോർട്ടൻ്റ്. നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കൂടെ നിന്ന്, എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ വിശ്വസിച്ച് നിങ്ങൾ കൂടെ നിന്നു ഈ പേഴ്സൻ്റെ. അപ്പോൾ നിങ്ങളെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ഈ പേഴ്സൺ തീരുമാനമെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് തീരുമാനം, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ പേഴ്സൺ. അക്വേറിയസ്, സ്പൈസീസ്, സാജിറ്റേറിയസ്, സ്കോർപ്പിയോ.
ബാക്കി ഞാൻ ജോഡിയാക് സൈൻ എല്ലാം പറഞ്ഞതാണ്. ഭവാനി. അപ്പോൾ കുറച്ചൊക്കെ സങ്കടം ഉണ്ടായെങ്കിലും അതിനെല്ലാം ഒരു അറുതി വരുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. നല്ല ദിവസം വരുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. പക്ഷെ വരാൻ പോകുന്നുണ്ട് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാണ്. സ്പിരിച്വലായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇവിടെ ഒരു മഹാശിവരാത്രി സോൾമേറ്റ് കണക്ഷനാണ് കാണിച്ചത്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. പിന്നെ അത് തന്നെ വന്നു എന്തോ ഒരു സൗണ്ട് കിട്ടില്ലേ, മുത്ത് കിളിങ്ങിയ പോലെ. എവിടെ നിന്നാണോ ഭഗവാനെ. അപ്പോൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ റീഡിങ്ങിന് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. രണ്ട് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാർഡ് പറയുന്നത് സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവനേറ്റ്. റീജുവനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ജനിക്കുക എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ആയുർവേദത്തിലൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതെല്ലാം ഒഴിച്ചിലും പിടിച്ചിലെല്ലാം കഴിയുമ്പോൾ നമ്മൾ പുനർജനിക്കുന്ന പോലെ ലൈഫ് ബോഡി ഒന്നും കൂടെ ഊർജം വന്ന് കയറുന്ന പോലെ. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പവർഫുൾ ആക്കി എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓവർ ബേർഡൻഡ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തു തരാം എന്ന് പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ കൂടുതൽ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രാരാബ്ദം നമ്മുടെ തലയിലേക്ക് വരും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരുടെ പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചില സിനിമയിലൊക്കെ പറയില്ലേ, എനിക്കിപ്പോൾ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ പുറത്തുനിന്ന് ഞാൻ വാടകയ്ക്ക് ആരുടെയും പ്രശ്നങ്ങൾ എടുക്കുന്നില്ല തൽക്കാലത്തേക്ക്. അതാണ് നിങ്ങൾ പറയേണ്ടത്, മനസ്സിലായി? പക്ഷേ അതാണ് നിങ്ങൾ ഓവർ ബേർഡൻഡ് ആണ്. അപ്പം നിങ്ങൾ നോ എന്ന് പറയേണ്ട സമയത്ത് സോറി എനിക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പണം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, എൻ്റെ അടുത്ത് ഇല്ല, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള പണം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം. എന്നാലേ നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിക്കാൻ, മനസമാധാനത്തോടെ മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇത് നോക്കാം. ഇത് ഭൗതികമായ ഓറക്കിൾ മെസ്സേജസ് ആണ്. നമുക്ക് നോക്കാം. ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഇതിനകത്ത്, പാപ്പലോൺ. ഇതിനകത്ത് അതല്ല പറയുന്നത്. ഇതിനകത്ത് ഫ്രിവലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാട എന്ന് പറയില്ലേ, ഒന്നുമില്ല, വെറുതെ ജാട, ഷോ ഓഫ് ആണെന്ന് പറയില്ല, അതാണ് ഫ്രിവലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കാം നമുക്ക്. ഞാൻ ആ കാർഡ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഇതിനെ സംബന്ധിച്ച കാര്യമല്ല, വെറുതെ പറഞ്ഞാണ് ആ കാർഡ് കണ്ടപ്പോൾ. ഒരു വില്ലൻ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. പാപ്പയ്ക്ക് പൊറ്റുവാണോ? അപ്പോൾ ഇവിടെ സ്കോളർ, നല്ല വിവരമുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. ഒരു പ്രൊഫസർ ആയിരിക്കാം ഇത്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു മെർച്ചൻ്റ്, ഒരു ബിസിനസ്സുകാരനുണ്ട് ഇവിടെ. പിന്നെ ഫ്രിവലിറ്റി, ഷോ ഓഫ്. ആ കാർഡ് നിങ്ങൾക്ക് വരാനുള്ള കാർഡായിരുന്നു. പാപ്പിക്ക് പോകണോ പൊറ്റ്? ബാക്കി കയറി പൊക്കോ. ആ പൊക്കോ. ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്, എനിക്ക് റീഡിങ് എടുക്കാനുള്ളതാണ്. നീ എവിടെ നിന്നാ വന്നേ? ഇപ്പോൾ പൊട്ടി മുളച്ച പോലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. സമയമില്ല, വന്നേ. ഇറങ്ങി കുട്ടി ഇറങ്ങി, വേഗം ഇറങ്ങും. നീ എന്തിനാണ് വന്നത്? സോറി കേട്ടോ, പൂച്ചക്കുട്ടി എങ്ങനെ എവിടെ നിന്ന് നല്ലൊരു പാപ്പിന്നാണ്. അവൻ ഇരുന്ന് കഴിഞ്ഞാൽ വാങ്ക് വിളിക്കും, ഭയങ്കര ഒച്ചയിലും വെറുതെ ഒച്ചയുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് തെറ്റായിട്ട് യൂസ് ചെയ്തില്ല. ഞങ്ങൾ പൊതുവായിട്ട് പറയുമല്ലോ ഇങ്ങനെ വാങ്ക് വിളിക്കുന്നു എന്ന് വെച്ചാൽ ഒച്ച എടുക്കുമ്പോഴത്തേക്കും.
അപ്പോൾ അതിനാണ് ഉദ്ദേശിച്ചത്. ക്ഷമിക്കണം ആരെങ്കിലും ഹേർട്ടായെങ്കിൽ, അങ്ങനെ ഉദ്ദേശിച്ച് നെഗറ്റീവ് ഇതിലല്ല പറഞ്ഞത്. ഇങ്ങനെ നമ്മളെ ശ്രദ്ധ ഇതെന്ന് വെച്ചാൽ വാങ്ങി വിളിക്കുന്നത് എന്താണ്, നമ്മൾ പള്ളിയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കില്ലേ, അതാണ് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സ്കോളർ ഉണ്ട്, ഒരു മെർച്ചൻ്റ് ഉണ്ട്, ഒരു ഫ്രിവലസ്. അപ്പോൾ ഇവർ രണ്ടുപേരും മെയിൽ എനർജിയാണ്. ഒരു ബിസിനസ്സുകാരൻ, ഒരു ബിസിനസ്സുകാരി, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു ബിസിനസ്സുകാരനും ഒരു പ്രൊഫസറും തമ്മിൽ, ഒരു സ്കോളറും ഒരു ബിസിനസ്സുകാരൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ഷോ ഓഫ് ആയ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ലവേഴ്സാണ്. ലവേഴ്സ്. പേഴ്സൺ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ, ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ്. ലവേഴ്സാണ് കാണിക്കുന്നത്. ഇതൊരു എന്താ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് ഈ പേഴ്സൻ്റെ വിശ്വാസം. ഒരു സോൾമേറ്റ് കണക്ഷൻ, അതാണ് ഈ പേഴ്സൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ചിന്തയിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ്, ഇതാണ് അലട്ടുന്നത് ഈ പേഴ്സണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ടോ റിലേഷൻഷിപ്പിൽ? ഓക്കെ, അത് അവസാനിക്കാൻ പോകുന്നു എന്നൊരു ടെൻഷൻ. അപ്പം ഇത് അവസാനിക്കാതിരിക്കാൻ വേണ്ടി ഈ പേഴ്സൺ ബന്ധപ്പെടുന്നുണ്ട്. അയ്യോ പാടില്ല, ഇത് പോകാൻ പാടില്ല എന്നൊരു ടെൻഷൻ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി, സ്നേഹം. പക്ഷേ ഇത് അവസാനിക്കാൻ പോകുന്ന പോലെ, അതിനെ ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നു. ജെമിനായി സോഡിയാക് സൈൻ ആണത്. എന്താണ് ഈ പേഴ്സണെ അലട്ടുന്ന പ്രശ്നം? എന്താണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ അലട്ടുന്ന പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് ഭയങ്കര ടെൻഷനായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ഒരു ടെൻഷനായിട്ട് മാറുന്നത്? ഈ പേഴ്സണിൽ നിന്ന് ഈ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നതോട് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഈ പേഴ്സൺ ഇത് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ തന്നെയാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പേഴ്സൺ മുമ്പോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ മറക്കാൻ ഈ പേഴ്സണ് പറ്റുന്നില്ല. പുതിയ ഓഫേഴ്സൊക്കെ ഈ പേഴ്സണ് മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഈ 3 കപ്പാണ് നോക്കുന്നത്. ഈ 3 കപ്പ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ പാസ്റ്റാണ്. അപ്പോൾ പാസ്റ്റിൽ തന്നെ നോക്കിയിരിക്കുകയാണ് പേഴ്സൺ. ലവ് ഓഫറാണ്. അപ്പോൾ പുതിയ ഓഫേഴ്സൊക്കെ ഈ പേഴ്സണ് വരുന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള സ്നേഹമാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ എപ്പോഴും. അതിൽ നിന്ന് ഈ പേഴ്സണ് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ സ്ട്രോങ് ആയിട്ട് ലവേഴ്സിൻ്റെ കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ. സോഡിയാക് സൈൻ ജെമിനായി ആണത്. നമുക്കിതൊന്ന് നോക്കാം. ഈ പേഴ്സൻ്റെ അമ്മ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് ഇത് അമ്മയോട് പറയാനുള്ള ധൈര്യമില്ല. ഈ പേഴ്സൺ കുറച്ച് ഇമ്മച്യൂർഡ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെ യങ് എനർജി ആയിരിക്കാം. പേഴ്സൺ നിങ്ങളോടാണ് സ്നേഹം. പക്ഷേ എക്സ്പെക്റ്റേഷൻസ് ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ കൂടുതലാണ്. നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന ആളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് ഇവർക്ക് കൂടുതലാണ്, പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ചിലപ്പോൾ അച്ഛനില്ലാതെ, മീൻസ് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവും ജനിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്. അപ്പോൾ അമ്മയായിരിക്കും വളർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പേഴ്സൻ്റെ മനസ്സിലൊരു കുറ്റബോധമാണ്. എന്ന് വെച്ചാൽ അമ്മയും സ്നേഹിക്കുന്ന ആളും ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ആരെ ചൂസ് ചെയ്യണം, അതൊരു ടെൻഷനാണ് ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് അമ്മ അറിയാതെ ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സീക്രട്ടായിട്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ചിലർ ഇപ്പോൾ എന്താ പറയുക, ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുത്ത് വിവാഹം കഴിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത്രയും സ്നേഹമാണ് നിങ്ങളോട്, നിങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഈ പേഴ്സൺ അലട്ടുന്നത്. അമ്മയും നിങ്ങൾ, അടപ്പുറത്തെ സൈഡിൽ നിങ്ങളും. ഓക്കെ, എന്ത് തീരുമാനമാണ് ഈ പേഴ്സൺ എടുത്തിട്ടുള്ളത്? ഈ ക്ലാരിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാകും കേട്ടോ. എന്നാലും എന്ത് തീരുമാനം എടുത്തിട്ടുള്ളത്? ഈ പേഴ്സൺ സ്പൈ ചെയ്യണം. അമ്മയുടെ നല്ല മൂഡ് അനുസരിച്ചിട്ട് അമ്മയോട് സംസാരിക്കണം. അത്യാവശ്യമാണെങ്കിൽ അമ്മയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് അതന്ന് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം ഭയങ്കര സ്നേഹമാണ് നിങ്ങളോട്. ഈ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പാടില്ല എന്നൊരിതുണ്ട്. ഇവിടെ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഇത് കുറ്റബോധവും കാണിക്കും, ഒരു റീകൺസിലിയേഷനും കാണിക്കും. വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ.
അമ്മയുടെ നല്ല മൂഡ്, അമ്മ ചിലപ്പോൾ അസുഖമുള്ള ആരെങ്കിലും ബെഡ് റെസ്റ്റിൽ വല്ലതും ആണോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അമ്മ ഇതൊന്ന് റിക്കവർ ചെയ്തതിന് ശേഷം അതിനുള്ള വെയിറ്റിംഗ്, ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യാൻ പേഴ്സൺ നോക്കുന്നതൊക്കെ അതാണ്. അപ്പോൾ ആ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഉടനെ അമ്മയോട് സംസാരിച്ചിട്ട് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയണം, എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഓഫർ തരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മയുടെ ആഗ്രഹം അനുസരിച്ചിട്ടുള്ള ഒരാൾ, ചില ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണല്ലോ. ഇങ്ങനെ വലിയ സ്ത്രീധനം കൊണ്ടുവരണം, ഇപ്പോഴും സ്ത്രീധനം മേടിച്ച് ഗിഫ്റ്റ് മേടിച്ച് കല്യാണം കഴിക്കുന്നവരാണ് മിക്കവരും രഹസ്യമായിട്ട്, മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ നല്ല മൂഡ്, അല്ലെങ്കിൽ ആരാണോ കിടപ്പ് രോഗിയായിട്ടുള്ള ആൾ, ആ പേഴ്സണ് നല്ല മൂഡ് അനുസരിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ അവരൊന്ന് റിക്കവർ ചെയ്തിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ചാരിയറ്റ്, ഇത് നിർത്താൻ പറ്റില്ല. ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അമ്മ ഭയങ്കര പവർഫുള്ളാണ്. അമ്മയായാലും അച്ഛനായാലും ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര സ്പിരിച്വൽ എന്ന് വെച്ചാൽ സ്പിരിച്വൽ അല്ല, റിലീജിയസ് ആണെന്ന് പറയാം. ഭയങ്കര ഭക്തി മാർഗത്തിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എടുക്കുന്ന ഒരു എനർജിയൊക്കെയാണ്. റിലീജിയനൊക്കെ ഭയങ്കര ഇതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ട് ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ അമ്മയ്ക്ക് ഹാർട്ട് ബ്രേക്ക് ആവും, അമ്മ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വഴക്കിടും എന്നൊരു ടെൻഷനും കൂടി ഈ പേഴ്സൺ ഉണ്ട്. പക്ഷേ നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള, നിങ്ങൾ ഉപേക്ഷിച്ച ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചാൽ ഈ പേഴ്സൺ അതൊരു വലിയൊരു ഹാർട്ട് ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താണെങ്കിലും അമ്മയുടെ കൺഫർമേഷനോട് കൂടി നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, പക്ഷേ ആ സ്ട്രെസ് എല്ലാം മാറി നല്ല സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേഴ്സണോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് ചിലപ്പോൾ 100% സക്സസ്ഫുൾ ആകില്ല എന്ന്. പക്ഷേ അതിന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നും കൂടി ഈ പേഴ്സൺ പറയുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. എന്നാലും മനസ്സോടെങ്കിലും ഇവർ സമ്മതിക്കുമെന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. 100% ആക്സെപ്റ്റ് ചെയ്യില്ല അവർ, എന്നാലും അതൊരു ട്രൈ ചെയ്യാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്കോർപിയോ ഉണ്ട്, വെർഗോ പൈസസ് ഉണ്ട്, ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്. ഇത്രയുമാണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം. എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഇപ്പോൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? രണ്ട് റിലേഷൻഷിപ്പിൽ നിന്നും രണ്ട് ഫാമിലിയിൽ നിന്നും ഈ പേഴ്സൺ ഇറങ്ങിപ്പോവില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. എങ്ങനെയെങ്കിലും ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ലോജിക്കലായിട്ടുള്ളൊരു വഴി, ഇമോഷണലായിട്ട് ഡീൽ ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് ലോജിക്കലായിട്ടുള്ള എന്താണ് ചെയ്തത്, അപ്പോൾ ചിന്തയിലാണ് ഈ പേഴ്സൺ ഇതെങ്ങനെ സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരാം എന്ന ചിന്തയിലാണ്. രണ്ടുപേരെയും എങ്ങനെ പ്ലീസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം, രണ്ടുപേരെയും ഒരേ വീട്ടിൽ എങ്ങനെ താമസിപ്പിക്കാം, ഇതൊക്കെയാണ് ചിന്ത. എന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിനെ കട്ട് ചെയ്ത് പക്ഷേ എന്തെങ്കിലും ഈ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ടെൻഷൻ. പക്ഷേ രണ്ടുപേരുമായിട്ടും സഹകരിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എടുക്കാനുള്ള മുന്നോടിയായിട്ടാണ് ഈ പേഴ്സൺ രണ്ട് റിലേഷൻഷിപ്പിലും ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനം എടുക്കണമെന്ന് വിചാരിക്കുന്നത്. സോറി. അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. 3 റീഡിങ്ങും വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ചിലപ്പോൾ വിഷു ആ ഒരു സമയം നല്ലതാണ്, നല്ല റീഡിംഗ് ആയിരുന്നു. അപ്പോൾ സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്കോർപിയോ സ്ട്രോങ് ആണ്. ക്യാൻസർ കോൾഡ് അടിച്ചു തോന്നുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ റീഡിംഗ് എടുക്കാൻ അറിയില്ല, നാളെ തിരക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും റീഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പോവുക.
പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ 24 മണിക്കൂറിനുള്ളിലാണ് റീഡിങ് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു വിഷു ആശംസിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് തരാനിടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.